വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ജനിച്ചത് നവാരെ രാജ്യത്ത്, അതായത് ഇപ്പോഴത്തെ ഫ്രാൻസ്. കത്തോലിക്ക മിഷനറിയായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഈശോസഭയുടെ സ്ഥാപകരിൽ ഒരാൾ കൂടിയാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ജനിച്ചത് 1506 ഏപ്രിൽ 7-ന്, എന്നാൽ മരിച്ചത് 1552 ഡിസംബർ 3-ന്. അപ്പോൾ 46 വയസ്സുണ്ട്. വിശുദ്ധൻ ജനിച്ചത് ബാസ്ക് വംശത്തിൽപ്പെട്ട ഒരു പ്രഭു കുടുംബത്തിലാണ്. കുടുംബത്തിലെ ഇളയ മകനായിരുന്നു. 20 വയസ്സായപ്പോൾ തന്നെ പുരോഹിത വൃത്തി തിരഞ്ഞെടുത്ത് അതിനുള്ള യോഗ്യത സമ്പാദിക്കാനായി പാരീസ് സർവകലാശാല വിദ്യാർത്ഥിയായി. അവിടെ 11 വർഷം ചെലവഴിച്ചു. പ്രൊട്ടസ്റ്റൻ്റ് നവീകരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നവീകരണ ആഭിമുഖ്യമുള്ള ചില സംഘങ്ങളുമായി വിശുദ്ധൻ അടുത്തിരുന്നു. എന്നാൽ സ്വന്തം നാട്ടുകാരനും തന്നേക്കാൾ 15 വയസ്സ് മൂത്തതുമായ ഇഗ്നേഷ്യസ് ലയോളയുമായുള്ള പരിചയം അദ്ദേഹത്തിൻ്റെ കത്തോലിക്ക പ്രതിബദ്ധത ഉറപ്പിക്കുകയും ജീവിതഗതി തന്നെ മാറ്റിമറിക്കുകയും ചെയ്തു. ഇങ്ങനെ 1534 വിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളായ ഓഗസ്റ്റ് 15-ന് പാരീസിൻ്റെ വടക്കൻ പ്രാന്തത്തിലുള്ള മോണ്ട് മാർട്രയിലെ ചാപ്പലിൽ ഇഗ്നേഷ്യസും മറ്റ് 5 അനുയായികൾക്കുമൊപ്പം ഈശോ സഭാംഗമായി വ്രതവാഗ്ദാനം നടത്തി. തുടർന്ന് പൗരോഹിത്യ പരിശീലനത്തിന് ശേഷം 1537 ജൂൺ 24-ന് ഇറ്റലിയിലെ വെനീസിൽ പൗരോഹിത്യം സ്വീകരിച്ചു. പിന്നെ കുറേ കാലം ബോളോണയിലെ ഒരു ആസ്പത്രിയിലും റോമിൽ ഇഗ്നേഷ്യസിൻ്റെ സഹായിയായും പ്രവർത്തിച്ചു. അക്കാലത്ത് പൗരസ്ത്യ ദേശത്തെ കോളനികളിൽ പ്രവർത്തിക്കാനായി 2 ഈശോ സഭ വൈദികരെ അയക്കാൻ തീരുമാനിച്ചു. എന്നാൽ അവരിൽ ഒരാൾ രോഗബാധിതനായതിനെ തുടർന്ന് അയാൾക്ക് പകരം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. വിശുദ്ധൻ ഒരു മടിയും കൂടാതെ അനുസരിച്ചു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഇന്ത്യയിലേക്ക് കപ്പൽ കയറാനായി 2 പേരും ലിസ്ബണിലെത്തി. അപ്പോൾ കപ്പൽ കാത്തിരിക്കുന്ന സമയത്ത് ക്രിസ്ത്യാനികൾക്കിടയിൽ അവർ പ്രവർത്തിച്ചു. ഒടുവിൽ കൂടെയുള്ള ആൾ ലിസ്ബണിലെ വേദപ്രഘോഷണത്തിൽ തുടർന്നതിനാൽ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത് വിശുദ്ധ സേവ്യർ മാത്രമായിരുന്നു. അങ്ങനെ ദീർഘമായ കപ്പൽ യാത്രയ്ക്കിടെ അദ്ദേഹം സഹയാത്രക്കാരെ സഹായിക്കുകയും കപ്പലിലെ നിലവാരം കൂടിയ സ്വന്തം മുറി രോഗാവസ്ഥയിലുള്ളവർക്കായി ഒഴിഞ്ഞുകൊടുക്കുകയും ചെയ്തു. അങ്ങനെ പനി പിടിപെട്ട് മരിച്ചു.